കനത്ത ആശങ്കയിലും ഭീതിയിലുമാണ് നേപ്പാൾ. ഇനി പ്രളയമുണ്ടായാൽ എങ്ങനെ അതിജീവിക്കുമെന്നതാണ് ഹൊട്ടേകൊസി നദീതീരത്ത് താമസിക്കുന്നവരുടെ ആശങ്ക. നേപ്പാൾ ട്യൂങ്കെ ബസാറിലെ കാഴ്ച ആരുടെയും ഉള്ളുലയ്ക്കുന്നതാണ്. നേപ്പാളിൽ നിന്ന് റിപ്പോർട്ടർ സംഘം കണ്ട കാഴ്ചകൾ. നേപ്പാളിലെ ടുങ്കെ ബസാർ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഇപ്പോൾ റിപ്പോർട്ടർ TV സംഘമുള്ളത്. ഇവിടെ നിരവധി ആളുകളുണ്ട്. ഇവരുടെയൊക്കെ സർവ്വതും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. മുന്നിലേക്ക് വന്ന് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയുള്ള ഒരു വലിയ പട്ടണമായിരുന്നു. ആ പട്ടണം മുഴുവൻ നശിക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഇപ്പോഴും ജലം കുത്തി ഒഴുകുന്നു. ഈ കാണുന്ന നദി അത് ഹൊട്ടേകൊസി നദിയുടെ ഒരു ഭാഗം, അതിങ്ങനെ ഒഴുകി വരുന്നതാണ്. ഈ നദി ശരിക്കും പറഞ്ഞാൽ കുറച്ച് താഴ്ചയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നദി കാണാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. പിന്നീട് ഈ നദി കരകവിഞ്ഞൊഴുകി ഇപ്പോഴിതാ നേരെ കാണുന്ന രൂപത്തിലേക്ക്, നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴേക്ക് വരെ വെള്ളം എത്തി എന്നിവിടെയുള്ളവർ പറയുന്നു. ഇവിടെയുള്ളവർ തന്നെ പറയും, അവിടെ നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിലൊരു കല്ല് കാണുന്നുണ്ട്. സൂം ചെയ്ത് കാണിച്ചു കൊടുത്താൽ അവിടെ ഒരു വലിയൊരു പാറക്കല്ല് നമ്മൾ കാണുന്നുണ്ട്, ഒരു കൂറ്റൻ പാറക്കല്ല്. ആ കല്ല് ഇവിടെ മുൻപ് ഉണ്ടായിരുന്നില്ല. അത് ഈ മലവെള്ളപ്പാച്ചിലിൽ ഈ കുത്തൊലിപ്പിൽ ഒലിച്ച് അവിടെ വന്ന് കിടക്കുന്നതാണ് എന്ന് ഈ നാട്ടുകാർ പറയുന്നു. അത്രയ്ക്കും ഭീകരമായൊരു സാഹചര്യമാണ് നേപ്പാളിലുള്ളത്. ഇവിടെയുള്ള ആളുകൾ തന്നെ പറയും, ക്യാ താ ഹാലത്ത് പഹലെ? पहले तो बहुत अच्छा था, बाजार था यहाँ, बहुत अच्छा खासा व्यापार लोग करता था यहाँ. वहाँ 2 पुल था, वो भी लग गया. यहाँ कृषि विकास बैंक है, ये भी खत्म हो गया है. അഗ്രികൾച്ചർ ഓഫീസാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന. ആ ദൃശ്യം ഒന്ന് കാണിച്ചു കൊടുത്താൽ, ഈ കാണുന്നത് കൃഷി വികാസ് കാര്യാലയ ആണെന്നാണ് ഇവർ പറയുന്നത്. അത് മുഴുവനായി തകർന്നു. ये उस टाइम कितने लोग यहाँ पे था? यहाँ पर बहुत लोग था, लगभग 1000 से आदमी ज़्यादा रहा होगा यहाँ. അതായത് 1000-ഓളം ആളുകൾ ആ സമയം ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത്. ये पत्थर अभी आया, पत्थर सब उधर से लाया, बाढ़ आया तो उधर से लेकर आया. और उस तरफ क्या क्या था? उस तरफ तो यहाँ भी घर था एक ठो, उसको पछाड़ी घर था. उधर स्कूल था एक ठो, प्राइवेट स्कूल. नीचे उधर सब घर था. पूरा नदी आ गया है इधर तक. नदी को पत्थर था, नीचे था, बहुत 100 मीटर नीचे था. 10 मीटर नीचे था. 10 मीटर. അതായത് 20 മീറ്ററൊക്കെ താഴെയായിരുന്നു ആ നദി ഉണ്ടായിരുന്നത് എന്നാണ് ഇവർ പറയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അത്രയും വലിയ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂലി, ഇത് തൃശ്ശൂലി എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഒരു മേഖലയാണ് ഈ കാണുന്നത്. आप क्या करते हैं? हालत क्या है? हम लोग तो अभी काम करते हैं, घर बनाने वाला मिस्त्री है हम लोग यहीं पे बैठते थे ढूंगे में. वो हमारा घर है ना, वो सब खत्म हो गया है. घर कौन सी? वो वाला है हम लोग को रूम. ആ ദൃശ്യം ഒന്ന് കാണിച്ചു കൊടുത്താൽ, वही एक घर था, अभी नहीं. वो नीला घर है ना, उसके इधर में था. वो बीच में एक घर था, अभी नहीं. അതായത് ആ നീല കെട്ടിടം കാണുന്നതിൻ്റെയും ആ രണ്ട് കെട്ടിടങ്ങളുടെ ഇടയിൽ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ആ കെട്ടിടം പൂർണ്ണമായി പോയി. ഈ നദിയുടെ രണ്ട് വശത്തും വലിയ തോതിൽ കെട്ടിടങ്ങളുണ്ടായിരുന്നു, നിരനിരയായി തന്നെ കെട്ടിടങ്ങളുണ്ടായിരുന്നു. ആ കെട്ടിടങ്ങൾ മുഴുവൻ തകർന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന പാലങ്ങൾ തകർന്നു പോയി, റോഡില്ലാതായി. എങ്ങനെ ഇനി അടുത്ത ജീവിതത്തിലേക്ക് പോകണം എന്നറിയാത്ത ഒരു ജനതയായി നേപ്പാളിലെ ഒരു ഭാഗത്തുള്ള ആളുകൾ മാറിയിട്ടുണ്ട്. ആകെ നിരാശയാണ്, ആകെ ഭയമാണ് ഇവരുടെയൊക്കെ മുഖത്ത് കാണുന്നത്, വാക്കുകളിൽ പ്രകടമാകുന്നത്. കൺമുന്നിലെല്ലാം തകർന്നു പോയതിന്റെ നിരാശയും വേദനയും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിനൊപ്പം ഇല്ലാതെ പോയൊരു ഭൂമിയുടെ അവശേഷിപ്പുകൾ കൂടി നമ്മൾ കാണുകയാണ്.